ഇതൊരു ചന്ദനമരമാണ് അണ്ണാ. ഇത് എന്തരം വലിപ്പം കാണും? അങ്ങനെ 15 കൊല്ലം കൊണ്ട് നല്ല കാതല. 15 കൊല്ലം ആകുമ്പോൾ 1 ഇഞ്ച് മീതി തന്നെ കാതലാവും. നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു 1000 കിലോ കൊണ്ട് തൊട്ടടുത്ത് പോയി. ഈ മരം 2 കൊല്ലം ആയി. ഇതിന് ഇപ്പൊ ഇത് 2 കൊല്ലം ആയ മരമായി. ഈ മരത്തിന് ഇപ്പൊ ഇത്ര സൈസ് കാതൽ ഉണ്ടാവും. ഇതാണ് കാതല്. അതെ അതന്നെ കാതൽ. ഈ തോലിന്റെ അപ്പുറത്തേക്ക് 65 ലക്ഷം 2 കോടി എല്ലാം മേടിച്ചവർ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഈ മറയൂർ തന്നെ ഇങ്ങനെ ആളുകൾ മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചന്ദനത്തോട്ടമാണ്, അതും മറയൂരിലെ ചന്ദനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറയൂരിലേക്ക് വരുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് അതൊരു കിലോമീറ്ററുകളോളം ഇങ്ങനെ ചന്ദനം കാണാം. അത് സർക്കാർ ഭൂമിയിൽ വിളയുന്ന ചന്ദനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഡിമാൻഡുള്ള ചന്ദനം അതാണ് മറയൂർ ചന്ദനം. ഇതിൻ്റെ ഓയിൽ കണ്ടന്റാണ് ഏറ്റവും അധികം ഈ ലോകത്തെ മാർക്കറ്റുകളിൽ മറയൂർ ചന്ദനത്തെ പ്രിയങ്കരമാക്കുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ ചന്ദന തൈകൾ ഇവിടെ നിന്ന് മറയൂർ ചന്ദന ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് വ്യാവസായികമായി കൃഷി ചെയ്യാം, അതിനൊപ്പം തന്നെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ചന്ദനം. പക്ഷേ അത് ഏറ്റവും നല്ല ചന്ദനം മറയൂരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ആ വിശേഷങ്ങൾ കൂടി നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം ആരംഭിച്ചു കൊണ്ടാകുക. ഞാൻ ചന്ദനത്തെ ഈ വളക്കുന്നിടത്ത് 40 കൊല്ലമായിട്ട് ഇതിലെ തന്നെ ജോലി ചെയ്തിട്ടിരിക്കുക. വിത്തെടുത്ത് ആദ്യം കച്ചവടം ചെയ്ത് പിന്നെ വിത്ത് മുളപ്പിച്ച് ഇപ്പം ഞാൻ തന്നെ ഉற்பത്തിയാക്കി ഈ സർക്കാരിന് തൈകൾ കൊടുക്കുക. സർക്കാർ ഭൂമിയിൽ നമ്മൾ വർഷത്തേക്ക് 5 ഹെക്ടർ 10 ഹെക്ടർ നമ്മൾ സർക്കാരിന് ഇട്ട് കൊടുത്ത് അത് നോക്കി 2 കൊല്ലം 3 കൊല്ലം നോക്കി അത് സർക്കാരിനെ ലഭിക്കുന്നത്. ഇതെന്ത് ചന്ദനം? ഇത് മഞ്ഞച്ചന്ദനം. ഇത് ഒറിജിനൽ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ളത്. ഇന്ത്യയിലെ ഫസ്റ്റ് ചന്ദനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേൾഡിലെ ഫസ്റ്റ് ചന്ദനം നമ്മുടെ മറയൂർ ചന്ദനം. ഈ ചന്ദനത്തിന്റെ പ്രത്യേകത എന്താ? ഈ ചന്ദനത്തിന്റെ ആയിൽ കണ്ടന്റ് കൂടുതൽ. ഈ ചന്ദനം വേറെ എവിടെ ഇല്ല. മറയൂർ ശക്തി വേറെ എവിടെ ഇല്ല. മറയൂർ ചന്ദനം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ചന്ദനം ഉണ്ട്, പിന്നെ കർണാടകയിലും ഉണ്ട്. കർണാടകയിലെല്ലാം വെള്ളച്ചന്ദനം. മിഞ്ചി പോയാൽ ഒരു ആയിൽ കൂടെ ഉതവാതെ ചുമ്മാ ഉള്ള ചന്ദനമാ. അവിടെ കാതലില്ല, വെള്ള മൊത്തം വെള്ളയായിട്ട് കാണും. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ഒരു കാര്യമില്ല. അതിനിപ്പോ ഇതിന് 4 പങ്ക് പോകുന്ന 1/4 പങ്ക് കൂടെ അത് പോവില്ല. അതിനുവേണ്ടി അവരെ വന്ന് ഇവിടെ നമ്മുടെ വിത്ത് മേടിച്ചിട്ട് പോകും. തയ്യപ്പ് അവരെ തന്നെ നമ്മൾ മേടിക്കുക തുടങ്ങിയവർ. കർണാടക, മഹാരാഷ്ട്ര, തെലുങ്കാന ഇവരെല്ലാം ഇപ്പം നമ്മുടെ നഴ്സറി നമ്മുടെ കേരളത്തിലുള്ള വിത്തോടെ തയ്യ മേടിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അമൂല്യമായ സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നാണ് ചന്ദനം. ശുദ്ധമായ മഞ്ഞച്ചന്ദനത്തിന് അന്താരാഷ്ട്ര വിപണിയിൽ വിലമതിക്കാനാവാത്ത മൂല്യവുമുണ്ട്. ഭാഗികമായി പരജീവി സസ്യമായ മരങ്ങളെ പ്രധാനമായും കണ്ടുവന്നിരുന്നത് ഉൾവനങ്ങളിലായിരുന്നു. അവിടെ ഇവയ്ക്ക് തഴച്ചു വളരുവാനുള്ള എല്ലാ ധാതുലവണങ്ങളും ആവശ്യാനുസരണം ലഭ്യമായി. ഭാരതീയ വിശ്വാസങ്ങളുടെയും മിത്തോളജിയുടെയും ഒക്കെ കൂട്ടുകാരനായ ചന്ദനത്തെ ടിപ്പു സുൽത്താനാണ് തൻ്റെ പടയോട്ട കാലത്ത് രാജപദവി നൽകി ആദരിക്കുന്നത്. അക്കാലത്തും പിന്നീടുമൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് കൊള്ളയടിച്ചു കൂട്ടതിൽ ഏറ്റവും അധികം അന്വേഷിച്ചത് ചന്ദനത്തൈലമായിരുന്നു. അവയിൽ പ്രധാനി മൈസൂർ ചന്ദനത്തൈലവും. അന്നു മുതൽക്കേ മൈസൂർ ചന്ദനത്തൈലവും ചന്ദനവും ലോകപ്രശസ്തമായി. പിന്നീട് 1864 വനംവകുപ്പ് ഇവയെ അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ സംരക്ഷണ മരത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി. എന്നാൽ ആധുനിക ലോകത്തിനു മുമ്പിൽ ചന്ദനത്തിൻ്റെ സവിശേഷതകൾ തുറന്നു കാട്ടുന്നത് 1871 ഡോക്ടർ ജോൺ സ്കോട്ടായിരുന്നു. അന്നും പ്രശസ്തമായി നിന്നിരുന്നത് മൈസൂർ ചന്ദനവും. പിന്നീട് വീരപ്പൻ കുപ്രസിദ്ധി ആർജിച്ചതും മൈസൂർ ചന്ദനത്തിൻ്റെ പേരിലാണ്. എന്നാൽ അന്നും അതിനു മുൻപും പുറംലോകമറിയാതെ മറയൂരിൻ്റെ ഉൾവനങ്ങളിൽ വിളഞ്ഞു നിന്നിരുന്ന വജ്രഖനികളായിരുന്നു സാക്ഷാൽ മറയൂർ ചന്ദനം. പിന്നീട് ലോക ചന്ദന വിപണിയെ കീഴടക്കാൻ സാധിച്ച ഒറ്റയാൻ. ഇവിടുത്തെ ചന്ദനമരങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിലേക്ക് കോടാലി വീണ് തുടങ്ങിയതോടെ ലോകവിപണിയിൽ ഏറ്റവും മൂല്യമുള്ള ഒന്നായി മാറി മറയൂർ ചന്ദനം. മറയൂരിൻ്റെ കാലാവസ്ഥയും മണ്ണുമൊക്കെയാണ് ഈ മരങ്ങൾക്ക് ഉയർന്ന വിപണി മൂല്യം നൽകിയതെങ്കിലും ഇനങ്ങളുടെ സവിശേഷതയും ഒരു പ്രധാന ഘടകമായിരുന്നു. വിൽപ്പനയ്ക്കായുള്ള ചന്ദനമരത്തിൻ്റെ മുന്തിയ പേരുകളായ
വിലായത് ബുദ്ധയും ചിന്നബുദ്ധയുമൊക്കെ മറയൂരിന്റെ ചന്ദനവനത്തിൽ തിങ്ങി നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. സാധാരണക്കാരന് എത്തി നോക്കാൻ പോലും കഴിയാത്ത അക്ഷയഖനികളായ ചന്ദനമരങ്ങളെ തേടി കൊള്ളസംഘങ്ങൾ ഇറങ്ങുന്നതും പതിവായി. അതിനിടയിൽ ഇന്ത്യൻ ചന്ദനത്തിന് ഭീഷണിയായി സ്പൈക്ക് ഡിസീസും പടർന്നു പിടിച്ചു. രോഗകാരണം എന്തെന്നോ രോഗം പടർത്തുന്ന പ്രാണി ഏതാണെന്നോ റിസർച്ച് വിങ്ങിന് കണ്ടെത്തുവാനും സാധിച്ചില്ല. അതോടുകൂടി സർക്കാർ വലിയൊരു മാറ്റത്തിനായി ചിന്തിച്ചു. നമ്മുടെ സ്വത്തായ ചന്ദനമരങ്ങളെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി കൃഷിയിടങ്ങളിലേക്ക് ഇവയെ നൽകുക, അങ്ങനെ ചന്ദന കൃഷി വ്യാപിപ്പിക്കുക. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ പല കർഷകരും ചന്ദനമരങ്ങളുടെ വ്യാവസായിക കൃഷി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റു പല രാജ്യങ്ങളും ഇവയുടെ സാധ്യത മുൻപിൽ കണ്ട് അവരുടെ കർഷകരെയും ചന്ദനമരങ്ങൾ നട്ടുവളർത്തുവാൻ പ്രേരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിനായി ഇവരൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ മറയൂർ ചന്ദനവും. കിലോയ്ക്ക് 2000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ചന്ദന വിത്തുകൾ ഇവിടെ നിന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നു. ഇതുകൂടാതെ മറയൂരിലെ ഹെക്ടർ കണക്കിന് തരിശുഭൂമിയിൽ വനംവകുപ്പ് ഇപ്പോൾ മരത്തൈകൾ നട്ടുപരിപാലിച്ചു തുടങ്ങിയിരിക്കുന്നു. വരുന്ന നാളുകളിൽ കേരളത്തിലെ കർഷകർ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ പോകുന്നത് ചന്ദനമരങ്ങളിൽ നിന്നാവാം. നമ്മൾ ഈ വിത്ത് മുളപ്പിച്ചാണ് തൈ ഉണ്ടാക്കുന്നത്. വിത്ത് മുളപ്പിച്ചാണ് ഇടുന്നു. നമ്മൾ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി ചാണകം എടുക്കും. പശുവിന്റെ ചാണം, പശുവിന്റെ മൂത്രം എടുത്തിട്ട് കളക്കിട്ട് പച്ചവെള്ളം ഒഴിച്ച് 24 നേരം അതിൽ കുളിപ്പിച്ചിട്ട് പിന്നെ എടുത്ത് നൂൽച്ചാക്കല കെട്ടും. നൂൽച്ചാക്കല കെട്ടി 17 ദിവസം വരും. 17 ദിവസം അങ്ങനെ വെള്ളം രാവിലെ തെളിച്ച് കൊടുക്കും ആ ചാക്കിന്റെ മേലിൽ. പിന്നെ ആ തൈ മുള വന്നപ്പോൾ തന്നെ നമ്മൾ എടുത്ത് നേരെ പാക്കറ്റിൽ ഇടും. പാക്കറ്റ് വിട്ടിട്ട് അത് ഒരു 30 ദിവസം കഴിഞ്ഞോണം അതിന് നമ്മൾ പൊന്നാങ്കണ്ണി കീര എன்ற ഒരു ആഹാരം കൊടുക്കുന്ന സാധനം വെച്ച് കൊടുക്കും. പൊന്നാങ്കണ്ണി കീര വെച്ച് കൊടുത്താൽ അവനക്ക് അതിലിരുന്ന് ആഹാരം എടുത്ത് അവൻ വളർച്ചയടയും. വളർച്ച 6 മാസം കഴിയുമ്പോൾ നമ്മൾ പുറത്തെടുത്ത് വിൽക്കാൻ തുടങ്ങും. ഇതൊരു ചന്ദനമരമാണ് അണ്ണാ. ഇത് എന്തരം വലിപ്പം കാണുമണ്ണ? ഇത് കുഴപ്പം അളന്നിട്ട് നോക്കിയിട്ടില്ല. എന്നാലും ഒരു നല്ല അല്ല ഇത് എത്ര വർഷം കൊണ്ടായിരുന്നു? ഇത് 50 കൊല്ലം മരത്ത. ഇതൊരു 50 കൊല്ലം കൊണ്ട് എത്തിയതാണ് കേട്ടോ. ഇത്രയും പലരും നമ്മളിൽ നല്ലൊരു ശതമാനം ആശങ്ക വയ്ക്കുന്ന ഒന്നുണ്ട്. അതായത് 15-20 വർഷം കൊണ്ട് ഒരിക്കലും ചന്ദനം ഇത്ര എത്തില്ല, ചന്ദനം ഈ ഒരു ലെവലിലേക്ക് നമുക്ക് മുറിക്കാൻ പറ്റില്ല. കുഴിയെടുക്കുന്ന ചന്ദനത്തിൽ വയ്ക്കുമ്പോൾ 1.5 അടി കുഴിയെടുക്കണം. 1.5 2.5 മീറ്റർ ഡിസ്റ്റൻസിൽ എടുക്കണം കുഴി. 2.5 മീറ്റർ അകലമാണ്. 2.5 മീറ്റർ അകലത്തിൽ വെക്കണം. 2.5 മീറ്റർ അകലത്തിൽ വെച്ചിട്ട് തൈയുടെ ദൂരം 2.5 മീറ്റർ ഡിസ്റ്റൻസിൽ 4 തൈ വെച്ചിട്ട് ഇടയ്ക്ക് ഒരു നെല്ലി വെക്കണം. നെല്ലി എന്ന് പറഞ്ഞാൽ ഇവന് ഈ 4 തൈക്കും ആഹാരം കൊടുക്കുന്ന ആ നെല്ലി 4 തൈക്ക് ഒരു നെല്ലി കൊടുക്കണം. സെന്ററിൽ 2.5 മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കുന്ന 4 ഒരു നെല്ലി വെച്ച് കൊടുത്താൽ ഈ 4 ഇവന് ആഹാരം കൊടുക്കും. അപ്പൊ മരം നമുക്ക് വണ്ണം അവൻ ആഹാരം എടുക്കെടുക്ക് നമുക്ക് വണ്ണം വെച്ച് കൊടുക്കും. നെല്ലി എന്ന് പറഞ്ഞാൽ വെയിൽ കാലത്തിലെയും അവൻ ആ വെള്ളത്തെ വടിച്ചു വയ്ക്കുന്നവനാ. ഇവന് എപ്പോഴും കൊടുക്കുന്ന. ഇല്ലെങ്കിൽ മളവേമ്പ് പറഞ്ഞാൽ പെട്ടെന്ന് വളർച്ച അടഞ്ഞു പോകും. അവന് വളം മടിക്കില്ല. അവന് വളം ഇവന് കൊടുക്കും. കൊടുത്തോളും പറഞ്ഞാൽ അവന് പെട്ടെന്ന് വളർച്ച അടയുന്ന. ഇവന് ഭയങ്കര ചേടായി മൂടും. അതിനുവേണ്ടി നമ്മൾ നെല്ലി വിൽക്കുന്നത്. ബെസ്റ്റ് നെല്ലിയായപ്പോൾ നമ്മൾ. അപ്പൊ ഇത് എത്ര വർഷം കൊണ്ട് കാതലാവും? 15 വർഷം കൊണ്ട് നമ്മൾ വെട്ടാൻ തുടങ്ങാം. നമുക്ക് 5 കൊല്ലത്തിൽ തന്നെ ഇതിപ്പോ 2 കൊല്ലം ആയില്ലേ? ഈ മരം 2 കൊല്ലം ആയി. ഇതിന് ഇപ്പൊ ഇത് 2 കൊല്ലം ആയ മരമായി. ഈ മരത്തിന് ഇപ്പൊ ഇത്ര സൈസ് കാതൽ ഉണ്ടാവും. ഇവന് ഇപ്പൊ കാതൽ തുടങ്ങി കാണും. 2 കൊല്ലമായി കാതൽ. നമ്മൾ ഇതിന് ഡ്രൈ ആയി കൊടുക്കണം. ഇനി വെള്ളം ഇതിന് നനയ്ക്കരുത്. വെയിലായാലും ഇല പൊളിഞ്ഞു പോയി വെള്ളം നനയ്ക്കരുത്. ഇവനെ അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞാൽ ഇവനെ ഡ്രൈ ആക്കി വിട്ടാക്കണം. അപ്പടെ ഫുൾ കാതൽ വെച്ച് വരുള്ളൂ. അതായത് എനിക്ക് ഒന്നുകൂടെ വിവരിക്കാം. അതായത് 2 വർഷം നമ്മൾ വെള്ളം 2 വർഷം കൊച്ചിയിൽ നോക്കുന്ന പോലെ നോക്കണം. 2 വർഷം വെള്ളം കൊടുക്കണം. അതെ, വെള്ളം കാണിക്കണം. 8 ദിവസത്തിന് ഒരു പ്രാവശ്യം വെള്ളം കാണിച്ചാൽ മതി. ഡെയിലി വെള്ളം കാണിക്കരുത്. ആദ്യം വെച്ചിട്ട് ഒരു മാസത്തിന് 2 പ്രാവശ്യം രാവിലെ വൈകുന്നേരം കുറച്ച് വെള്ളമുള്ളൂ. പിന്നെ ഫുള്ളായിട്ട് 10 ലിറ്റർ 20 ലിറ്റർ വിളിക്കരുത്. കുറച്ച് വെള്ളം 1 ലിറ്റർ വെള്ളം രാവിലെ വൈകുന്നേരമും. അപ്പൊ പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരേ നേരം രാവിലെ മറ്റും 1 മാസം. പിന്നെ 8 ദിവസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് ഒരു തട വെള്ളം അടിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഡെയിലി വെള്ളം നനയ്ക്കുന്നത് ചീഞ്ഞു പോകും.
ഇവന് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവന് നല്ല കാതലാവുള്ളൂ. ഇവന് ഇങ്ങനെ വിട്ട് കൊടുക്കണം. അപ്പഴാ ഇവന് കാതല് പെട്ടെന്ന് വെക്കുള്ളൂ. പിന്നെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞാൽ ഇവന് നമ്മൾ വെറുതെ വിട്ടാക്കണം. ഇവന് മഴ വെള്ളം കിട്ടുന്നതേ ഉള്ളൂ. പിന്നെ വേനൽക്കാലത്തിൽ ഇലയെല്ലാം പൊളിഞ്ഞു പോകും. വേനൽക്കാലത്തിൽ ഇല പൊളിയും. ഇല പൊളിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് വെള്ളം നനയ്ക്കരുത്. വേണ്ട, അവൻ അങ്ങ് ട്രൈ ആയാലേ അവന് ഗുഡ് വയ്ക്കുള്ളൂ, കാതൽ വെച്ച് വരും. അങ്ങനെ 15 കൊല്ലം കൊണ്ട് നല്ല കാതൽ. 15 കൊല്ലം ആകുമ്പോൾ 1 ഇഞ്ച് മീതി എല്ലാം കാതലാവും. അപ്പൊ ഈ ഒരു മരം 15 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയും? അത് എങ്ങനെ നമ്മ മക ആഹാരം കൊടുത്ത് വണ്ണം വരുന്നു അതിന് കാതൽ കിട്ടും. എന്തേരം വരും? ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് ആഹാരം കിട്ടിയാലേ അവന് വരുള്ളൂ. അല്ല, ആഹാരം കിട്ടി നല്ല രീതിയിലാണ്. നല്ല രീതിയിൽ പറഞ്ഞാൽ ഒരു 1000 കിലോ കൊണ്ട് തൊട്ടടുത്ത് വരും ഒരു മരത്തിന്. നല്ല ആഹാരം കിട്ടിയ മരം എന്ന് പറഞ്ഞാൽ 15 കൊല്ലം കൊണ്ട് 1000 കിലോ വെട്ടരുത്. 15 കൊല്ലത്തിൽ നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒരു 5 കൊല്ലം ഇടണം. അത് ഇരട്ടിയാവും. 5 കൊല്ലത്തില് ഇനി ഇരട്ടിയാവും. ഇപ്പൊ ഒരു 300 കിലോ നമ്മൾ മേശം കിട്ടുമെന്ന് പറഞ്ഞാ ഇനി 5 കൊല്ലം വിട്ടാക്കണം. അന്നേരം 600 ആവും. അന്നേരം 500 വന്ന് 600 700 ആകും. അങ്ങനെ 5 വർഷത്തില് കൂടുതൽ കുട്ടി വയ്ക്കും. 1 ഇഞ്ച് വെള്ള കാണുള്ളൂ ഇതിന്. 1 ഇഞ്ച് 1 ഇഞ്ച് വെള്ളം കാണുള്ളൂ. മീതി എല്ലാം കാതലായിട്ട് കാണും. ഡ്രൈ ആയിട്ടാലേ അങ്ങനെ വരുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും വെള്ളം നനച്ചു കഴിഞ്ഞാൽ അവന് പടപടന്ന് വളക്കും. വളർന്നിട്ട് കാതൽ കൂടുതൽ വരില്ല. ഇത് എത്ര വർഷമായതാണ്? 50 കൊല്ലമായതാ. 50 കൊല്ലം കൊണ്ട് ഇവൻ ഇത്ര എത്തി. എന്തേരം കാതൽ കാണും? ഒറ്റ മരത്തിന്റെ ശിഖരമായി 3 ആയിട്ട് പോയിരിക്കുന്നു. ഇതല്ലേ ചുവട്ടിന്ന് കയറി പോയി. ഇവൻ എങ്ങനെ പോയാലും വേരോടെ എടുത്തു കഴിഞ്ഞാൽ ഒരു 2000 കിലോ കിട്ടും. അതിനകത്ത് 2000 കിലോ കിട്ടും. NSR1. ഇതിന് നമ്പർ അടിച്ചിട്ടുണ്ടല്ലേ? NSR1. ഇങ്ങനെ എല്ലാത്തിനും നമ്പർ ഉണ്ടല്ലേ? ഇതാണ് കാതല്. അതന്നെ കാതൽ. ഈ തോലിന്റെ അപ്പുറത്ത് ഈ ഇച്ചിരി തോലേ കാണുള്ളൂ. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇത്ര ഉണ്ട്. ഇതിൽ കഴിഞ്ഞാൽ 1 ഇഞ്ചേ കാണുള്ളൂ. ഇതെല്ലാം കാതല. ഇതുപോലെ കാതല. അതാ മറയൂർ ചന്ദനം സ്പെഷ്യൽ. ഈ കാതൽ വെള്ളം ക്ലിയർ ഉടനെ തന്നെ നമ്മൾ അറിയാം. ഈ ചന്ദനത്തിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് വരെ വിലയാണ് അല്ലേണ? ഇതിനൊന്നും കളയാനില്ല. വേസ്റ്റ് ഇതാകില്ല. ഈ വെള്ളം വരുന്നത് സോപ്പ് കമ്പനിക്കാർ കൊണ്ടുപോകും. മൈസൂർ സാൻഡൽ സോപ്പില്ല. ഈ വെള്ളം ചെത്തുന്ന വെള്ളം അവർക്കാണ്. അതിനും 1000 2000 3000. അതായത് ഈ തോടയല്ല. ഈ തോട് വല്ല അവർക്കാ. ഇത് എത്ര ചന്ദനം ഇവിടെ ചെയ്തിട്ടുണ്ട്? ഇതിൽ 4600 ചന്ദന തൈ ഉണ്ട്. 4600 തൈ ഉണ്ട്. 2 ഹെക്ടറാ. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 2.40. 40. അതായത് 2ാം വർഷം മുതൽ പൂവിട്ട് തുടങ്ങും അല്ലേ? 2ാം വർഷം പൂവിടും. അപ്പൊ നമുക്ക് എത്ര വർഷം ഇത് എടുത്തു തുടങ്ങാം? ഞങ്ങൾ 20 വർഷം കഴിഞ്ഞാൽ വിത്ത് എടുക്കുള്ളൂ. അത്ര നാൾ ഇത് വെയിറ്റ് ചെയ്യണം? വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇല വിത്ത് എന്ന് പറഞ്ഞാൽ അതിന് വളർച്ച കുറയും. ഇതെല്ലാം എത്രാം വർഷം തയ്യാ? ഇത് 3 കൊല്ലത്തിന്റെ തയ്യാ. 3 കൊല്ലം കൊണ്ട് ഇത്രയായല്ലേ? 3 കൊല്ലം കൊണ്ട് ഇത്രയായി. അപ്പൊ ഇതിന് വളം എന്നാ ചെയ്യുന്നത്? വളം ആട്ടുകാട്ടമോ വേപ്പമുണ്ടാക്കും. അതെ. എങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇടും. 2 കൊല്ലം മട്ടി ഇടും. പിന്നെ ഇടില്ല. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന് കുഴിയെടുക്കുമ്പോൾ 1.5 അടി കുഴിയെടുക്കും. 1.5 കുഴിയെടുക്കുന്ന 1.5 എടുത്തിട്ട് മണ്ണ് മൂടണം. എടുത്ത മണ്ണ് അതിൽ തന്നെ മൂടണം. മൂടിയിട്ട് ഈ പാക്കറ്റ് എടുത്തിട്ട് കയറി ആ പാക്കറ്റിലുള്ള പ്ലാസ്റ്റിക് എടുത്തിട്ട് കുറച്ച് വേപ്പം ഉണ്ടാക്കും. ആട്ടുകാട്ടം ഇത്ര ആട്ടുകാട്ടം ഇട്ട് ആ പാക്കറ്റിന് നല്ല ടൈറ്റായി മിതിച്ച് ടൈറ്റ് ആക്കണം. ഈ കാറ്റ് അകത്ത് കയറാത്ത രീതിക്ക് ടൈറ്റ് ആക്കി അപ്പം തന്നെ വെള്ളം നനയ്ക്കണം. വച്ചുകൊണ്ട് വെള്ളം നനച്ചു കഴിഞ്ഞാൽ മറുനാൾ രാവിലെ വൈകുന്നേരം. പിന്നെ രാവിലെ വൈകുന്നേരം. അപ്പൊ അങ്ങനെ ഒരു മാസം 2 മാസം അങ്ങനെ വരുള്ളൂ. പിന്നെ 7 നാൾ 8 നാൾ കഴിഞ്ഞേ വെള്ളം നനയ്ക്കുള്ളൂ. அந்த அளவில் பாக்கெட்டு நம்ம வச்சுட்டு அதில் பொன்னாங்கண்ணி கீரை காணும். ஏது தையிலையும் பொன்னாங்கண்ணி கீரை காணும். அக்கீரையோடு തന്നെ வைக்கணும். அக்கீரை நமக்கு இன்னொரு 6 மாசத்துக்கு ஆகாரம் கொடுக்கும். പിന്നെ നമ്മൾ അവത്തിയോ തുവര ഇല്ല, തുവര കഴിക്കുന്ന സാപ്പാട് തുവര വിത്ത് അതേ എടുത്ത് 1 അടി കഴിഞ്ഞിട്ട് വെക്കണം. ഇവനെ ഒരു വർഷം ഈ വേര് ആ നെല്ലിക്ക് പോകുന്നവരിലും ഇവന് ആഹാരം കൊടുക്കാൻ വേണ്ടിയാ. പിന്നെ അവൻ നെല്ലി 1 വർഷം കഴിയുമ്പോൾ ഈ നെല്ലി എല്ലാത്തും ആഹാരം കൊടുക്കാൻ തുടങ്ങും 4. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ നെല്ലി നേരത്തിലേ വെച്ച് കൊടുത്താണ്. വയ്ക്കുമ്പോൾ തന്നെ നെല്ലി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് വണ്ണം പെട്ടെന്ന് വണ്ണം വരും. അല്ല, നമ്മളിപ്പോ മറയൂർ ചന്ദ്രവും മറ്റ് ചന്ദ്രവുമായിട്ടൊരു ഇത് പറഞ്ഞില്ലേ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. അതൊന്ന് പറയാം. എന്താണ് ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വിത്ത് ആ ഇലയ്ക്ക് വീതിയായിട്ട് കാണും. തമിഴ്നാട് വിത്ത് മറ്റേ കർണാടക വിത്തിന്റെ ഇതിന് വന്ന് ചെറിയതുകൊണ്ട് വലുതുണ്ട്. വലുത് വരും. വരലെന്ന് പറഞ്ഞില്ല.
അത് കണ്ടവർക്ക് അറിയില്ല. തണ്ട് വരുമ്പോൾ തന്നെ കാണാം. ആ തണ്ടില്ലേ, ഇതിന്റെ തണ്ട് വരുമ്പോൾ തന്നെ കാണാം. എല്ലാവരും നോക്കാൻ പറ്റില്ല. അതേപോലെ വിത്തും പഴയ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ 50% കൊടുക്കുള്ളൂ. പുതിയ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ജെല്ലി ഇരിക്കുന്ന വിത്ത് എടുത്തുകൊണ്ട് വിത്ത് മുളപ്പിച്ചാൽ പെട്ടെന്ന് മുളപ്പിച്ച് വരും. ഒരു കിലോയിൽ 4000 വിത്ത് കാണും. ഒരു കിലോയിൽ 4100 വിത്ത് കാണും. ഉണങ്ങി കഴിഞ്ഞാൽ 4500 വിത്ത് കാണും. ഈ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിന്റെ ജെല്ലി കാണത്തില്ല. വിത്ത് കടിച്ചാൽ അതിൽ ഒരു ജെല്ലി കാണും. ജെല്ലി എന്ന് പറഞ്ഞാൽ വെള്ളക്കടലിലെ ഒരു ജെല്ലി കാണും. ഇങ്ങനെ കൈ വെച്ച് നിൽക്കുക, ജെല്ലി കാണും. ആ വിത്ത് ബെസ്റ്റ് വിത്ത്. മറ്റേ തമിഴ്നാട് വിത്തിലെ ജെല്ലി കാണില്ല. അത് വിത്തിലെ തന്നെ കണ്ടുപിടിക്കും. ഈ മരത്തിന്റെ ഷേഡില്ലേ, ഈ ഷേഡ് കത്തിയോ ഇത് വെച്ച് വെട്ടக்கூடாது. എന്താ വെട്ടാൻ പാടില്ല. വെട്ടുമറ്റേ ഇതിന് ചീക്ക് കരി ഇത് പോവും, കേട് വരും. ചന്ദനം കേടായി പോവും. അപ്പൊ നമ്മൾ ഇങ്ങനെ കൈകൾ വന്നാൽ എന്ത് ചെയ്യും? കൈ വന്നു കഴിഞ്ഞാൽ അവന് വണ്ണം വയ്ക്ക തന്നെ ഉണങ്ങി പോവുക. ഇത് വെട്ടുക ചെയ്യരുത്. ചെയ്യരുത്. വെട്ടിയാൽ ഇവന് കാലാവസ്ഥ ഇരുമ്പ് കൊണ്ടാൽ ഇവന് പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒടിഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇത് ഒടിഞ്ഞു പോയാൽ കുഴപ്പമില്ല. ഇതില്ലേ, ഈ മരം വണ്ണം വയ്ക്ക ഉണങ്ങില്ലേ, ഇത് ഉണങ്ങില്ലേ, അങ്ങനെ ഒടിഞ്ഞു പോകും. ഇങ്ങനെ ഒടിഞ്ഞു പോകും. വണ്ണം വയ്ക്ക മരം വണ്ണം വയ്ക്ക ഇവൻ തന്നെ പോകും. ഈ സൈഡെല്ലാം തന്നെ പോകും. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മരം പോയിട്ടേ இருக்கும். പിന്നെ അത് ഓടിച്ചോ കത്തി വെച്ച് വെട്ടി വിടുഞ്ഞാൽ നല്ല ഷേഡ് കിട്ടും, നല്ല വെയിൽ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യരുത്. അണ്ണാ, ഇത് നമുക്ക് ഈ മറ്റു മരങ്ങൾക്കിടയിൽ ചെയ്യാൻ പറ്റുമോ? ആ മരത്തിന് ഇടയിൽ ചെയ്യാം. അപ്പൊ ഇത് തനിവിളയായിട്ട് ചെയ്യണമെന്നില്ല. ഇല്ല, തനിവിളയായിട്ട് ചെയ്യ വേണ്ട. അപ്പൊ ഷെയ്ഡിന്റെ പ്രശ്നമുണ്ടോ? ഷേഡ് ഒന്നും പ്രശ്നമില്ല. ഇവന് ഷേഡ് ഒന്നും പ്രശ്നമില്ല. ഇവനക്ക് ആഹാരം കിട്ടുന്ന മരം വേണം, അത്രേ ഉള്ളൂ. ഇവനക്ക് ആഹാരം വേണം. ഇവനക്ക് ആഹാരം എടുക്കുന്ന മരം പറഞ്ഞാൽ ഇവന് പോകും. ഇവനക്ക് ആഹാരം കൊടുക്കുന്ന മരമാ ഇവന് ആഹാരം കൊടുത്ത് കൊണ്ടുവരുന്നു. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ഗാർഡൻ, ഇപ്പൊ നമ്മൾ ഫോറസ്റ്റ് ഗാർഡനിൽ എല്ലാ മരവും ഉണ്ട്. ആഹാരം കൊടുക്കുന്ന മരമുണ്ട്, കൊടുക്കാത്ത മരമുണ്ട്, എടുക്കുന്ന മരമുണ്ട്. ഇങ്ങനെ അങ്ങനെ വെട്ടിക്കാൻ പറ്റില്ല. നമ്മുടെ ഏരിയ അവിടെ വെക്കുന്നത് നമ്മൾ ആഹാരം കൊടുക്കുന്ന മരം വയ്ക്കണം. സർക്കാരിൽ എല്ലാ മരവും ഉണ്ട്. നെല്ലിയുണ്ട്, നെല്ലിയുണ്ട്, ഇങ്ങനെ പല മരവും ഉണ്ട്. അതിനാல ഇതിൽ ഏത് വേണേലും ആഹാരം കൊടുക്കും, ഏത് വേണേലും ആഹാരം എടുക്കുന്ന. നമുക്ക് വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ നെല്ലി വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലത്തിൽ കായ്ക്കും. ഇല്ലെങ്കിൽ മാതള വയ്ക്കാം, ഇല്ല പേര വയ്ക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടുന്ന മരത്തെ വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലത്തിലെ ലാഭം വരും. ഇത് നോക്കാനുള്ള നമ്മൾ ഡെയിലി ഇത് മരത്തെ പോയി നോക്കുമ്പോൾ ഈ സാധനം എടുക്കുമ്പോൾ നമുക്ക് ഈ നോക്കാനുള്ള നമ്മുടെ കണ്ണ് നോക്കാനുള്ള വരില്ലേ, അതിനുവേണ്ടിയാണ് ഈ പഴവകയ്ക്കൽ ഇത് കൊടുക്കുന്നു. നെല്ലി, പേര, മാതളം ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇവന് ആഹാരം കൊടുക്കുന്ന മരങ്ങളാണ്. ഇവനക്കും നമുക്കും ലാഭം കിട്ടും. 3 കൊല്ലത്തിൽ കായ്ക്കുന്ന മരം ഹൈബ്രിഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇത് ലാഭം കിട്ടുന്ന പോലെ ഇറക്കുമ്പോൾ നമ്മൾ ഇത് ചിന്തിക്കില്ല. ഇതിന് ഇവന് വരട്ടെ, ഇതിൽ ലാഭം കിട്ടുന്നില്ല. നെല്ലിന് പോത് ലാഭം കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇവന് നോക്കുകയും ചെയ്യും. പിന്നെ നെല്ലിയിലിരുന്ന് വരുമാനം വറവും ചെയ്യും. അത് അങ്ങനെയാണ് നമ്മളിപ്പോൾ എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ മറയൂരിലെ ചന്ദനത്തോട്ടമാണ് കണ്ടത്. ചന്ദന തൈകൾ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് കുറേയേറെ സ്ഥലത്ത് ചന്ദനം കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സർക്കാർ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്ന വലിയൊരു ആശയമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രകൃതിയുടെ വനത്തിൻ്റെ ഒരു സ്വത്താണ് ശരിക്കും പറഞ്ഞാൽ ചന്ദനം. അത് ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ പല തോട്ടങ്ങളിൽ നിന്നും കൃഷി ചെയ്യുന്നിടത്തു നിന്നൊക്കെ ഇതുപോലെ വന്ന് ഓരോരുത്തരും ഒന്ന് വെട്ടിയത് രാത്രി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് മോഷണം പെരുകുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇങ്ങനൊരു സ്കീം കൂടുതൽ ജനകീയമായിട്ട് തന്നെ ഈ ചന്ദനം കൃഷി ചെയ്യുക എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ മറയൂർ ചന്ദനം നമ്മുടെ ഇന്ത്യയുടെ സ്വത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒന്നാണ് മറയൂർ ചന്ദനം. അത്ര ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ് മറയൂർ ചന്ദനം എന്നുള്ളത്. അത് നമ്മുടെ എല്ലാ നാടുകളിലേക്കും എത്തിക്കുക, അത് കൃഷി വ്യാപിപ്പിക്കുക, ഈ മറയൂർ ചന്ദനം നഷ്ടപ്പെട്ടു പോകാതെ എല്ലായിടങ്ങളിലും സംരക്ഷിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു പദ്ധതി. അതിനൊപ്പം തന്നെ ഈ മറയൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഒരു പദ്ധതി. അതനുസരിച്ചാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് മറയൂർ ചന്ദനത്തോട്ടം, ഇത്ര ഭംഗിയുള്ള ചന്ദനത്തോട്ടം പരിചയപ്പെട്ടത്. അതിനിടയിൽ തന്നെ ഒരുപാട് വലിയ മരങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത്രയും ആയുസ്സുള്ള, അത്രയും കാലം നിൽക്കുന്ന, അത്രയും ഈട് നൽകുന്ന ഒന്നാണ് ചന്ദനം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ, നിങ്ങളുടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാം. നമ്മൾ ആ വിശേഷങ്ങളും കൂടെ അതിനിടയിൽ അത് ഇവരോട് നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട്. നമുക്കത് ചോദിച്ചുകൊണ്ട് അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ചേട്ടായിയെ പരിചയപ്പെട്ടില്ലെങ്കിൽ മാറുന്നത് ചോദിക്കട്ടെ. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് രാജൻ. നമ്മൾ ഇത് ഇവിടെ തന്നെയാണ് ഫോറസ്റ്റിന്റെ വാച്ചിലാണ്. നമ്മൾ ഈ പ്ലാന്റേഷൻ മാത്രം ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ തൈകളുടെ കാര്യങ്ങളൊക്കെ ഇവരാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തോട് ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം
സർക്കാർ ഇത് മുന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃഷിയായിട്ട് തന്നെ എല്ലാവരും ചെയ്യണമെന്ന് പറയും. പക്ഷെ പലർക്കും ഒരു ആശങ്കയുണ്ട്, ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും വരുന്ന ആളുകളിൽ ഇതൊരു വലിയ വിഷയമാകുമോ, ഇത് ഒരു തടസ്സമാകുമോ, അതിനെക്കുറിച്ച്? അതിന് ഒന്നും ആകില്ല. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കാരിന് തന്നെ കൊടുക്കണം. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ നിൽക്കുന്ന ചന്ദനം നമുക്ക് വെട്ടിവെക്കാൻ പറ്റില്ല, സർക്കാർ കൊടുക്കണം. അവർ 10% എടുത്തിട്ട് ബാക്കിയുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഇടും. ആണെങ്കിൽ പേപ്പർ എല്ലാം പട്ടയ സ്ഥലത്താർക്കണം. പിന്നെ നമ്മൾ പുറമ്പോക്കിൽ കൊണ്ടുവച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലമില്ലാത്ത ഇടത്തിൽ കൊണ്ട് വെച്ചിട്ട് കൈവശ ഭൂമിയിൽ കൊണ്ട് വെച്ചിട്ട് കിട്ടില്ല. നമ്മൾ ഒറിജിനൽ പട്ടയ സ്ഥലത്തിൽ വെച്ചാൽ നമുക്ക് തന്നെ കിട്ടും. ഇവിടെ തൊട്ടടുത്ത് തന്നെ നിറയെ പേര് മേടിച്ചിട്ടുള്ള അപ്പോൾ 65 ലക്ഷം 2 കോടി എല്ലാം മേടിച്ചവർ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഈ മറയൂർ തന്നെ ഇങ്ങനെ ആളുകൾ മേടിച്ചിട്ടുണ്ട്. സർക്കാർ തന്നെ എടുത്തിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ലേലത്തിൽ വിടും. ഇപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു പണിയില്ല. ഇപ്പൊ നമ്മുടെ സ്വന്തം പട്ടയ സ്ഥലമാണെങ്കിൽ നമ്മൾ വില്ലേജ് സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കുക, ഫോറസ്റ്റുകാർ വന്ന് നോക്കുക, മരത്തിനെ നോക്കുക, മറയെടുക്കാൻ ഓർഡർ ആകുമ്പോൾ അവർ തന്നെ പറിച്ചു കൊണ്ടുപോകും. ഫോറസ്റ്റുകാർ തന്നെ കൊണ്ടുപോകും. അവർ ഡ്രസ്സിങ് ചെയ്ത് നമ്മുടെ ഇത്ര വെയിറ്റ് കൊണ്ട് നിങ്ങളെ കൊണ്ടുവന്നത് ഇത്ര വെയിറ്റ് കൊണ്ടുവന്നു, ഇത്ര വെയിറ്റ് നിങ്ങളുടെ വേസ്റ്റായി വെച്ചിരിക്കുക, ഇത്ര കഷ്ണം നിങ്ങളുടെ പറഞ്ഞ് നമ്മുടെ ഏല കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സാധനത്തെ തനിയാ വെച്ച് ഏല ഇട്ടിട്ട് അങ്ങനെ ഇവിടെ ലക്ഷങ്ങൾ വാങ്ങിയവരുണ്ട്. അതെ, പല ലക്ഷങ്ങൾ കോടി വാങ്ങിയിട്ടുള്ളവർ 2 കോടി 3 കോടി തൊട്ടടുത്ത് തന്നെ. ഇവിടെ നമ്മൾ പോകുന്ന ഇവിടെ ഒരു 100 മീറ്റർ ദൂരത്തിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് 100 മീറ്റർ ദൂരത്തിൽ 3 പേര് മേടിച്ചിട്ടുള്ളത്. ഒരാൾക്ക് 65 ലക്ഷം, ഒരാൾക്ക് 75, ഒരാൾക്ക് 45 ലക്ഷം, ഇന്നൊരാൾ കിട്ടാനുണ്ട്. അതിന് വേറെ ഡിലേ ഒന്നുമില്ല. അവിടെ ഏലം ചെയ്താൽ സർക്കാർ നമ്മുടെ അക്കൗണ്ടിലെ പൈസ ലേലം എടുത്തു കഴിഞ്ഞാൽ ഒരു പൈസ ലേലത്തിലെ എടുത്ത പൈസ അടയ്ക്കുമ്പോൾ അന്നേരം തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ പൈസ ആയി. വേറെ അതിലേതും പേടിക്കൊണ്ടാണ് നമുക്ക് കിട്ടുമോ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ആശങ്ക വേണ്ടെന്നുള്ളതാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിവിടെ വന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമുക്കിത് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നട്ടു വളർത്താം. പക്ഷേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് മറയൂർ ചന്ദനം, അത് കൃത്യമായി നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ മറയൂർ ചന്ദനം തന്നെ സെലക്ട് ചെയ്ത് വാങ്ങുക. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത്. മറ്റേ പണ്ട് കാലങ്ങളിൽ വീരപ്പനൊക്കെ വെട്ടി വിറ്റുകൊണ്ടിരുന്നത് വെള്ളച്ചന്ദനമാണ് അല്ലേ? അതായത് കർണാടകയിൽ വളരുന്ന ഒരു ചന്ദനമായിരുന്നു. അതല്ല ഒറിജിനൽ ചന്ദനം, അതിനല്ല മാർക്കറ്റുള്ളത്. നമ്മുടെ മറയൂർ ചന്ദനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അന്താരാഷ്ട്ര വിപണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് തന്നെ നമ്മൾ വളർത്താൻ ശ്രദ്ധിക്കുക. കൊണ്ടുപോയി നമ്മുടെ വിത്ത് 1000 കിലോ കൊണ്ടുപോയി സൗത്ത് ആഫ്രിക്കയിലെ വളക്കാൻ സർക്കാർ ആളെ കൂട്ടിയിട്ട് തീർച്ചയായും എന്നാണ് അവർക്ക് ഇതിനെപ്പറ്റി അറിയാം. അറിഞ്ഞിട്ട് അവർ 1000 കിലോ വിതയും ആള് മുളപ്പിക്കാൻ ആളെയും കൊണ്ടുപോയി അവർ മുളപ്പിച്ച് ഇവിടെ വിളിച്ച് തൈകളെ വളർത്തിരിക്കുക. അവിടെ അതായത് സൗത്ത് ആഫ്രിക്കയിലെങ്കിലോ ഓർഡർ കൊടുത്തിരിക്കുക. ഒരു വർഷം 2000 കിലോ ഓർഡറും കൊടുത്തിരിക്കും. ഒരു കിലോ വിത്തിന് 2000 രൂപയാണ് ഇവിടെ വാങ്ങുന്ന ഒരു ചാർജ് എന്നുള്ളത് അല്ലേ? 2000 രൂപയാണ് മറയൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് വാങ്ങുന്നത് ഒരു കിലോ വിത്തിനെന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൊണ്ട് മുളപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇച്ചിരി പാടാണ് മുളപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇവർ തൈകളായിട്ട് തന്നെ അത് വിൽക്കുന്നുണ്ട്. തൈകളുടെ വില എന്നാണ്? തൈകളുടെ വില 75 രൂപ. 75. പക്ഷേ എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാണ്, പുറത്ത് നമ്മുടെ പല നഴ്സറികളിലും ഇതിനും വില കുറച്ച് ചന്ദനത്തേക്ക് അത് ഇത് വിത്തില്ല. ഈ വിത്ത് അത് ആന്ധ്ര വിത്ത് മൈസൂർ വിത്ത് വന്ന് വരും 300 രൂപ 200 രൂപ കിട്ടുന്ന വിത്താ. ഈ വിത്തില്ല, ഈ ഇളം ഇതിന്റെ വിത്ത് എടുക്കും, ഇത് നമുക്ക് കൊടുക്കും, അവർ മുളപ്പിച്ച് അവർ കൊടുക്കും. നമ്മൾ അങ്ങനെയല്ല. കേരള സർക്കാരിൽ എടുക്കുന്ന ആൾക്കാർ പറഞ്ഞില്ലേ, ഡെപ്യൂട്ടി സാർ പറഞ്ഞില്ലേ, ഈ വിത്ത് എടുക്കുന്ന 30 വർഷം കൊള്ള 20 വർഷം കൊളഞ്ഞ മരത്തിന്റെ ഞങ്ങൾ വിത്ത് എടുക്കും. ഇളം വിത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ മരത്തിന് വിത്ത് എടുക്കില്ല, വയസ്സ് കുറഞ്ഞതല്ലേ. അതിന് വലിയ മരമാ പാത്ത വിത്ത് എടുക്കുന്നു. അതാ 2000 രൂപ വില വരും. ശരിക്കും കായ്ക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ. ഈ ചെടിയൊക്കെ കായ്ക്കുന്നത് ഇതിലുള്ള വിത്ത് എടുക്കില്ല. വിത്ത് ഇഷ്ടം പോലെ കായ്ക്കും. ഇതിനുള്ള കൊള്ളത്തില്ല, അതിനുള്ള സ്ട്രെങ്ത് ഇല്ല അതിന്. അതായത് ഏകദേശം ഒരു 30-40 വർഷം എടുക്കുന്ന മരത്തിൽ നിന്നുള്ള വിത്തിന് ഈ പറയുന്ന ഗുണം കിട്ടത്തുള്ളൂ. അതാണ് നന്നായി ചന്ദനമായി മാറുന്നത്, നല്ല കാതലുണ്ടാകുന്നത്. 15 വർഷം കൊണ്ട് നമുക്ക് വെട്ടി വിൽക്കാൻ കഴിയുന്ന 15 വർഷം കൊണ്ട് നമുക്ക് വെട്ടി വിൽക്കാൻ കേട്ടോ, അല്ലേ? അങ്ങനെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഈ വിത്തുകളാണ്. അതുകൊണ്ടാണ് ഈ തൈകൾക്ക് ഇത്രയും വില അല്ലെ? 75 രൂപ. എന്തേലും തൈകൾ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എത്ര ലക്ഷം വേണമെങ്കിൽ തരാം. എത്ര കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ആയിട്ടൊന്നും ചെയ്ത് തരികയല്ല, ഇവിടെ വന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവെച്ചത്. നമുക്ക് നല്ല രീതിയിൽ ചന്ദന മരങ്ങളുടെ ഒരു വനം തന്നെ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏകദേശം നമ്മളിത് രണ്ടാമത്തെ ഒരു പ്ലാന്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ 4500, ഇതാണ് ഏറ്റവും ടോപ്പായിട്ട് ഇവർ ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ഒറ്റ ചന്ദന തൈകൾ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയ പ്ലാന്റേഷനാണ്. 100% കറക്റ്റായിട്ട് തീർച്ചയായും. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ഒരു ഫോറസ്റ്റൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സഞ്ചാരികൾക്ക് വരിക ഇവിടെ കാണാനുള്ള അനുമതിയൊന്നുമില്ല. ഇവിടെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ നമ്മളിത് സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊന്നും അലൗഡഡ് അല്ല. പക്ഷേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചന്ദന തൈകൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങാം. അവിടെ വലിയ ചന്ദന മരങ്ങളൊക്കെ കാണാൻ അവിടെ തന്നെ ഉണ്ട്, അതൊക്കെ കാണുകയും ചെയ്യാം. അങ്ങനെയുള്ള വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ച്.
അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല ചില കാഴ്ചകളുമായി കാണുന്നവരെ ഇസ്മി ജോബിംഗ് മണി സൈനിങ് ഓഫ് ഫ്രം മകരവിളക്ക്.